സ്റ്റുഡൻസ്, നമ്മൾ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒരു ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്, അല്ലെങ്കിൽ അതൊരു RC ഓസിലേറ്റർ ആണ്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും RC ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. പക്ഷേ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ് കുറേ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റർ. ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഫ്രീ ഫ്രം ഡിസ്റ്റോർഷൻ ആൻഡ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ക്യാൻ ബി ഈസിലി വേരിയഡ്. ഈ മൂന്ന് അഡ്വാൻറ്റേജുകൾ ഓർക്കണം. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റർ ആണ്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഫ്രീ ഫ്രം ഡിസ്റ്റോർഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി വേരിയഡ് ഈസിലി. ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 MHz ആണ്. ഇനി നമ്മൾക്ക് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബ്ലോക്ക് ഡയഗ്രത്തിൽ 2 RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ടായിരിക്കും. ഓരോ RC കപ്പിൾഡ് ആംപ്ലിഫയറും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി ആയി. ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നത് ആംപ്ലിഫയറും ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൂടി ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ഉണ്ട്. പക്ഷേ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഫേസ് ഷിഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനകത്ത് ഒരു ലീഡ് ലാഗ് നെറ്റ്വർക്കും ഒരു വോൾട്ടേജ് ഡിവൈഡറുമാണ് ഉള്ളത്. ലീഡ് ലാഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സീരീസ് RCയും പാരലൽ RCയുമാണ്. സീരീസ് RCയും പാരലൽ RCയുമാണ്. ഈ സീരീസ് RC ഒരു ഹൈ പാസ് ഫിൽറ്ററായിട്ടും പാരലൽ RC എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററുമാണ്. ഇതിനകത്ത് സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരു 2 RC കപ്പിൾഡ് ആംപ്ലിഫയർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്കും കാണിച്ചിട്ടുണ്ട്. ആ നെറ്റ്വർക്കിനകത്ത് ഒരു സീരീസ് RC ആമുണ്ട്. അതായത് ഒരു സീരീസ് RC ആം ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ആം എന്ന് പറയുന്നത് R1C1 ആണ്. ഒരു പാരലൽ RC ആമുണ്ട്. അതിനെ R2C2 എന്നാണ് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ജോയിൻറ്റിൽ നിന്ന്, ഈ സീരീസ് ആമിൻ്റെയും പാരലൽ ആമിൻ്റെയും ജോയിൻറ്റിൽ നിന്ന് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക്, അതായത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ Q1ൻ്റെ ബേസിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലീഡ് ലാഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ലീഡ് ലാഗ് നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി കിട്ടണം. എപ്പോഴെങ്കിലും ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ഈ നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ലാഗ് ചെയ്യും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി കിട്ടി. അതുപോലെ തിരിച്ചും എപ്പോഴെങ്കിലും ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ലീഡ് ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ ലാഗ് ചെയ്തും ഫ്രീക്വൻസി കുറയുമ്പോൾ ലീഡ് ചെയ്തും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ലീഡ് ലാഗ് നെറ്റ്വർക്ക് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഇതിനകത്തൊരു വോൾട്ടേജ് ഡിവൈഡർ ഉണ്ട്. R3 R4 ആണ് വോൾട്ടേജ് ഡിവൈഡറായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കാണ് പോകുന്നത്. ആ R3 R4 വോൾട്ടേജ് ഡിവൈഡറാണ് ഇവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. R3 R4 വോൾട്ടേജ് ഡിവൈഡറാണ്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഒന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ. R3 R4 ആണ് വോൾട്ടേജ് ഡിവൈഡർ. ഈ ഡിവൈഡറിൽ നിന്ന് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കണക്ഷൻ ഉണ്ട്. ഇതാണ് ലീഡ് ലാഗ് നെറ്റ്വർക്ക്. ഇവിടെ നിന്ന് ഈ ലീഡ് ലാഗ് നെറ്റ്വർക്ക് ജോയിൻ ചെയ്തെടുത്തുനിന്ന് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കും കണക്ഷൻ പോയിട്ടുണ്ട്. ഇനി അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് ഇനി ഔട്ട്പുട്ടിൻ്റെ, അതായത് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഫസ്റ്റ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ജോയിനിങ്ങിലേക്ക്, അതായത് ലീഡ് ലാഗ് നെറ്റ്വർക്കും വോൾട്ടേജ് ഡിവൈഡറും ചേരുന്ന ആ ജോയിൻറ്റിലേക്ക് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴി ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ പ്രത്യേകത അവിടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പം സ്റ്റെബിലിറ്റി കിട്ടും, ഡിസ്റ്റോർഷൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്നുകൂടി പറയാം, സർക്യൂട്ടിൽ 2 ആംപ്ലിഫയർ ആണ്. ഓരോ ആംപ്ലിഫയറും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി ആയി. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ലീഡ് ലാഗ് നെറ്റ്വർക്കും വോൾട്ടേജ് ഡിവൈഡർ കൂടി ചേരുന്നതാണ്. ലീഡ് ലാഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സീരീസ് RCയും പാരലൽ RCയും ആണ്. ആ 2 ആമിൻ്റെയും ജോയിൻറ്റിൽ നിന്ന് വരുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് ഡിവൈഡർ R3 R4 ആണ്. അത് നമ്മൾ എമിറ്ററിൻ്റെ ബേസിലേക്ക്, ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്തു. അതാണ് അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴി
ഈ ലീഡ് ലാഗും വോൾട്ടേജ് ഡിവൈഡറും ജോയിനിങ് ചെയ്യുന്ന പാത്തിലേക്ക് ഒരു കണക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ലീഡ് ലാഗ് നെറ്റ്വർക്കാണ്. അതിനെയാണ് നമ്മൾ വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ലീഡ് ലാഗ് നെറ്റ്വർക്കിൻ്റെ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എപ്പോഴെങ്കിലും ഇൻപുട്ട് ഫ്രീക്വൻസി കൂടുമ്പോൾ ഈ നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ലാഗ് ചെയ്യുകയും ഇൻപുട്ട് ഫ്രീക്വൻസി കുറയുമ്പോൾ ഈ നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ലീഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യുക എന്നത് ലീഡ് ലാഗ് നെറ്റ്വർക്കിൻ്റെ ഫംഗ്ഷനാണ്. ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ R3 R4 എങ്ങനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, R3 R4 വോൾട്ടേജ് ഡിവൈഡറിൽ നിന്നുള്ള കണക്ഷൻ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് പോകുന്നുണ്ട്. സാധാരണയായിട്ട് അവിടെ ഒരു ടെമ്പറേച്ചർ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടങ്സ്റ്റൺ ലാമ്പാണ് R4 പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റെസിസ്റ്റൻസ് കറൻറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടും. അപ്പോൾ എപ്പോഴെങ്കിലും ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കറൻറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരും. നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഗെയിൻ എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്യും. എപ്പോഴെങ്കിലും ഔട്ട്പുട്ട് കൂടുമ്പോൾ കൂടുതൽ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടുതൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരികയും അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? അതായത് ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നൽ കുറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. If the output amplitude increases, more current is produced and more negative feedback is achieved. So the output would return to the original value. അതുപോലെ തന്നെ ഔട്ട്പുട്ട് കുറയുകയാണെന്ന് വെച്ചോ, കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കറൻറ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോഴുണ്ടാകുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കും കുറവായിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫീഡ്ബാക്ക് ചെയ്യുന്ന പോർഷൻ ഓഫ് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഒരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ലാമ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. R4 പകരമായിട്ട് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടങ്സ്റ്റൺ ലാമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞു, കപ്പാസിറ്റേഴ്സ് R1 C1 R2 C2 അത് ഗ്യാങ്ഡ് കപ്പാസിറ്റേഴ്സാണ്. എയർ ഗ്യാങ് കപ്പാസിറ്റേഴ്സാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് നമുക്ക് ഫ്രീക്വൻസി വേരി ചെയ്ത് ജനറേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ ഓർക്കേണ്ട ഒരു കാര്യം, 2 RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, RC കപ്പിൾഡ് ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, ലീഡ് ലാഗ് നെറ്റ്വർക്ക് ഉണ്ട്. ആ ലീഡ് ലാഗ് നെറ്റ്വർക്ക് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ വോൾട്ടേജ് ഡിവൈഡറും അതുപോലെ തന്നെയാണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഈ വെയിൻ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുകയും ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അക്രോസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് 0 ആവുകയും ചെയ്യും. ആ ഫ്രീക്വൻസിയെയാണ് നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ബ്രിഡ്ജ് ബാലൻസ്ഡായി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് 0 ആയി. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ മാക്സിമം ഔട്ട്പുട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വെയിൻ ബ്രിഡ്ജിൻ്റെ കേസിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് ഓഫ് R1 C1 R2 C2. 1/2 പൈ റൂട്ട് ഓഫ് R1 C1 R2 C2. അപ്പോൾ R1 R2 കോമൺ ആയിട്ട് R1 ഈക്വൽ ടു R2 ദാറ്റ് ഈക്വൽ ടു R എന്ന് എടുത്താൽ, അതുപോലെ C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C എന്ന് എടുത്താൽ 1/2 പൈ R² C², 1/2 പൈ റൂട്ട് ഓഫ് R² C² എന്ന് വരും. 1/2 പൈ റൂട്ട് ഓഫ് R² C². റൂട്ടിൽ R² C² റൂട്ട് കളയുമ്പം RC. അപ്പോൾ 1/2 പൈ RC ആണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ആ ഓസിലേഷൻ ഫ്രീക്വൻസിയിൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുകയും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് 0 ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം ആയിരിക്കും, ബിക്കം ഈക്വൽ ടു 1/3 ഓഫ് ഇൻപുട്ട് വാല്യൂ. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്നത് ഈ ഫ്രീക്വൻസിയിലാണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്നത്. അപ്പോൾ ഫ്രീക്വൻസി വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/2 പൈ റൂട്ട് ഓഫ് R1 C1 R2 C2. R1 ഈക്വൽ ടു R2, അതുപോലെ C1 ഈക്വൽ ടു C2 എന്ന് എടുത്താൽ 1/2 പൈ റൂട്ട് R² C². റൂട്ട് കളയുമ്പോൾ 1/2 പൈ RC. ഇപ്പോൾ ഇത്രയും ഓർക്കുക, F0 ഈക്വൽ ടു 1/2 പൈ RC. അതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ. അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഔട്ട്പുട്ട് വളരെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ഓവറോൾ ഗെയിൻ കൂടുതലാണ്. കഴിഞ്ഞ 2 ട്രാൻസിസ്റ്ററാണ്, അപ്പോൾ ഓവറോൾ ഗെയിൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വേരി ചെയ്യാൻ പറ്റും, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒരു തെർമിസ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെബിലിറ്റി ലീഡ് ലാഗ് നെറ്റ്വർക്കിൽ വോൾട്ടേജ് ഡിവൈഡറിൽ ഒരു തെർമിസ്റ്റർ കൊടുത്ത് നമുക്ക് സ്റ്റെബിലിറ്റി നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂട്ടി സ്റ്റെബിലിറ്റി കൂട്ടാൻ പറ്റും. വോൾട്ടേജ് ഡിവൈഡറിൽ നമ്മൾ പറഞ്ഞല്ലേ ഒരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള
തെർമിസ്റ്റർ കൊടുക്കാം R4 പകരം. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടി കൂടുതൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നു, ആ കൂടിയതിനെ കുറയ്ക്കാം, കൂടിയ ഔട്ട്പുട്ടിനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് കുറയുമ്പോൾ കുറച്ച് കറണ്ടേ അവിടെ വരുന്നുള്ളൂ. ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ എന്താണ്, കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഔട്ട്പുട്ട് കുറയുകയാണെങ്കിലും ഇത് തന്നെയാണ്. ഔട്ട്പുട്ട് കുറയുമ്പോൾ കുറച്ച് കറണ്ടേ വരുന്നുള്ളൂ, കുറച്ച് നെഗറ്റീവ് ഫീഡ്ബാക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ അഡ്വാൻറ്റേജ് ഇതാണ്, ഏറ്റവും ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റും. 2 ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഓവറോൾ ഗെയിൻ കൂടുതലായിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നതുകൊണ്ട് സ്റ്റേബിൾ ആയിരിക്കും ഔട്ട്പുട്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്, ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 2 ട്രാൻസിസ്റ്ററും കൂടുതൽ കമ്പോണൻസ്, നമ്പർ ഓഫ് കമ്പോണൻസ് കൂടുതലാണ്, അതിനനുസരിച്ചുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടിയുണ്ട്, സസ്റ്റെയിൻഡ് ഓസിലേഷൻ. അതായത് സസ്റ്റെയിൻഡ് ആയിട്ടൊരു ഓസിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. അതായത് ഗെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഇവിടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് R3 1 + R3/R4 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഗെയിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. അപ്പം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒരു ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്, അതായത് ഒരു RC ഓസിലേറ്റർ ആണ്. ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു, ഡിസ്റ്റോർഷൻ ഇല്ല, ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റും. 1 MHz ആണ്. 2 ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ആ ഓരോ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനകത്ത് ഒരു ലീഡ് ലാഗ് നെറ്റ്വർക്കും വോൾട്ടേജ് ഡിവൈഡറും ആണുള്ളത്. അതായത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഒരു RC നെറ്റ്വർക്കാണ്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനകത്ത് ഒരു ലീഡ് ലാഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സീരീസ് RCയും ഒരു പാരലൽ RCയും, അതുപോലെ തന്നെ ഒരു വോൾട്ടേജ് ഡിവൈഡറുണ്ട്, അത് R3 R4 ആണ്. ഫീഡ്ബാക്ക് ലീഡ് ലാഗ് നെറ്റ്വർക്കാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, വോൾട്ടേജ് ഡിവൈഡർ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ലീഡ് ലാഗ് നെറ്റ്വർക്കിൽ അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ ഈ നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ലാഗ് ചെയ്യുകയും ഫ്രീക്വൻസി കുറയുമ്പോൾ ഈ നെറ്റ്വർക്കിന് അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നു. ആ ഫ്രീക്വൻസിയിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും അക്രോസ് ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആ ഫ്രീക്വൻസി നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. അത് 1/2π√R1 C1 R2 C2. R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R എന്ന് എടുക്കാം, C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C എന്ന് എടുത്താൽ 1/2πR² C², റൂട്ട് മാറുമ്പോൾ 1/2πRC. അപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2πRC ആണ്. സസ്റ്റെയിൻഡ് ഓസിലേഷൻ ചെയ്യാനുള്ള ഗെയിനിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗെയിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്, ഒന്ന് ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ കമ്പോണൻസ് ഉണ്ട്. അഡ്വാൻറ്റേജ് സ്റ്റേബിൾ ഔട്ട്പുട്ട്, ഡിസ്റ്റോർഷൻ ഇല്ല. അതുപോലെ തന്നെ 2 സ്റ്റേജ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഗെയിൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ?